എന്റെ കിട്ടുവിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി? സത്യം പറഞ്ഞോ. സത്യം പറഞ്ഞോണം. കിട്ടു എവിടെ? അറിയില്ല അമ്മ. കള്ളം പറയുന്നോ? ഞാൻ കണ്ടല്ലോ കിട്ടുവിനെ നിങ്ങളുടെ കൂടെ. സത്യമാക്കുമ്മ, നമ്മ കുളന്തയെ പാത്തു നിന്നത് സത്യമാക്കുമ്മ. പക്ഷേ കൊഞ്ചു നേരം കഴിഞ്ഞപ്പോ അവരെ കാണാനില്ലമ്മ. സത്യം, ഞങ്ങൾ തിരുമ്പിപ്പോയി അവിടെയൊക്കെ പാത്താച്ച്. അവൻ ചേച്ചിയുടെ അടുത്ത് പോണതാക്കൂന്ന് കരുതി ഞങ്ങൾ നടന്നു. ചേച്ചിയുടെ അടുത്ത് പോറേന്ന് അവൻ ചൊല്ലിയാച്ച്. അയ്യോ സത്യം അമ്മ. പിന്നെ കിട്ടു എങ്ങോട്ട് പോയി? അയ്യോ, കാത്തു എവിടെ പോയി? അപ്പൂനെയും കാണുന്നില്ലല്ലോ. ഇനി കിട്ടുവിനെ അന്വേഷിച്ച് കണ്ടന്റെ വീട്ടിൽ പോയോ? കണ്ടനാവും കിട്ടുവിനെ പിടിച്ചെന്ന് കാത്തു പറയുന്നുണ്ടായിരുന്നു. കണ്ടന്റെ വീട്ടിലോ? അയ്യോ, എനിക്ക് വയ്യ. ഒന്ന് സമാധാനപ്പെടു പൂച്ചയമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അമ്മേ, 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 കിട്ടുവിനെ കണ്ടുപിടിച്ചു. കണ്ടൻ പിടിച്ചോണ്ട് പോയതാ. കണ്ടന്റെ വീട്ടിലുണ്ട്. മോൾ അവനെ കണ്ടോ? കണ്ടു. വേഗം വേഗം നമുക്ക് അവനെ പോയി രക്ഷിക്കണം. എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. അന്ത കണ്ട സാമി, കടവുളേ, അവൻ തിരുടനാ. പേരും കള്ളൻ. നിങ്ങളും കൂടെ സഹായിച്ചാലേ കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റൂ. சொல்லு சொல்லு, உங்களுக்கு എന്ത് സഹായം വേണാലും ചെയ്യറ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഇനി എന്ത് വേണമെന്ന് മുള്ളുപാണ്ടിക്ക് തെറിയും. വാങ്ങ. നീ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അത്രയ്ക്കായോ അഹങ്കാരി? കണ്ടസാമി, ഓയ് കണ്ടസാമി, വെളിയിൽ വാങ്ങ. ഓ, ഇവന്മാർക്ക് വരാൻ കണ്ട നേരം. കണ്ടസാമി, കണ്ടസാമി, ഓയ് ഓയ് കണ്ടസാമി, വാതില് തുറക്ക്. ഉനക്ക് നല്ല ഒരു മരുന്ന് കൊണ്ടുവന്നാച്ച്. തുറക്കണോ? തുറന്നു വെളിയിലേക്ക് ചെല്ലാം. ഇവന്മാര് വാതില് തല്ലിപ്പൊളിച്ചകത്ത് വന്നാ എല്ലാം പൊളിയും. ഉറക്കമായിരുന്നു, അതുകൊണ്ടാ കേൾക്കാത്തത്. എന്തു വേണം? നമ്മള് ഊருக்கு പോറേ. ഇന്ത മരുന്ന് കൂടി പുരട്ടിക്കോ. നീറൂലല്ലോ. ഇല്ല. ആ, ഏതായാലും ഇനി കാട്ടിലേക്ക് പോവല്ലേ, പുരട്ടിയിട്ട് വെക്കോ. വേഗം വേണം. അയ്യോ, ഓ, അയ്യോ, 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 ഡായ് திருட்டு பயலே, அந்த பூனைக்குட்டி எവിടെടാ? சொல்லு. ഓഹോ, അപ്പൊ അതാണ് കാര്യം. മാറിക്കടാ, കണ്ടനെ കുറിച്ച് നിനക്ക് അറിയില്ല. ഡായ് ഡേയ്. അയ്യോ, അയ്യോ, ചേച്ചി, കണ്ടൻ എന്നെ പിടിച്ചു. പോട്ടടാ, ചേച്ചി ഇങ്ങ എത്തിയല്ലോ. വാ, അമ്മ വെളിയിലുണ്ട്. പോട്ടടോ, സാരില്ല. നീറുന്നമ്മേ. இந்த മരുന്ന് പോട്. ഈ മരുന്നിടുമ്പോ എല്ലാം മാറും കേട്ടോ. കരയില്ലേ? എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ട് കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റി. ഉങ്ക കുളന്ത പെരിയ ബുദ്ധിശാലിയമ്മാ. കിട്ടുവിനെ രക്ഷിച്ചത് എന്റെ മോള് തന്നെയാ. ഉമ്മ.
മിടുക്കിയായ മുയൽക്കുട്ടി ഇവൾ കുസൃതിക്കാരി മുയൽക്കുട്ടി ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം തെക്കുന്നയാ ബബലു വരുന്നേ കരടിക്കുട്ടൻ കിങ്ങിയവൻ തെക്കുന്നയാ ബബലു വരുന്നേ കരടിക്കുട്ടൻ കിങ്ങിയവൻ വാലും ബബലും കൂടി ചെന്നാൽ കാകൃതി കുകൃതി മേളാങ്കം കുസൃതിക്കളിയുടെ മേളാങ്കം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം കിഴക്കു നിന്നു വരുന്നതു കണ്ടോ കണക്കുമാസമുയലച്ചൻ അദ്ദേഹത്തിൻ പൊന്മകളാണേ മാനുക്കുട്ടി കളിക്കുട്ടി ചടക്കരി മണിക്കുട്ടി ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം വടക്കു തെക്കു കിഴക്കു പടിഞ്ഞാറിങ്ങനെ ദിക്കുകൾ നാലുണ്ടേ ഇങ്ങനെ ദിക്കുകൾ നാലുണ്ടേ ഇങ്ങനെ ദിക്കുകൾ നാലുണ്ടേ വടക്കു തെക്കു കിഴക്കു പടിഞ്ഞാറിങ്ങനെ ദിക്കുകൾ നാലുണ്ടേ ഇങ്ങനെ ദിക്കുകൾ നാലുണ്ടേ ഇങ്ങനെ ദിക്കുകൾ നാലുണ്ടേ കിഴക്കു നിത്യം സൂര്യൻ ഉദിക്കും പടിഞ്ഞാറാണേ അസ്തമനം ആ പടിഞ്ഞാറാണേ അസ്തമനം കിഴക്കു നിത്യം സൂര്യൻ ഉദിക്കും പടിഞ്ഞാറാണേ അസ്തമനം ആ പടിഞ്ഞാറാണേ അസ്തമനം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം 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 ദിമ്മട ദിമ്മട ജിയാഞ്ചം ദിമ്മട ദിമ്മട ജിയാഞ്ചം വെള്ളരിക്ക പട്ടണത്തിലെ രാജാവായ ശുംഭക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഒരു കള്ളൻ പരാതിയുമായി എത്തി. പ്രഭു, ഞാൻ ഇന്നലെ എന്റെ അയൽക്കാരന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ വീടിന്റെ ജനാല ഇളകി വീണ് എന്റെ കാലിന് പരുക്കുപറ്റി. എനിക്കിനി മോഷ്ടിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്റെ അയൽക്കാരന് തക്കതായ ശിക്ഷ കൊടുക്കണം. ശുംഭക മഹാരാജാവ് മന്ത്രിയെ വിളിച്ചു. ഇത് ന്യായമാണല്ലോ. എന്താണ് ചെയ്യുക? ഇയാളുടെ അയൽക്കാരനെ ഉടൻ വിളിപ്പിക്കണം. സേനാപതി റാൻ, ഇയാളുടെ അയൽക്കാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവാ. റാൻ അടുത്ത് നിന്ന ഭടന്മാരെ നോക്കി സേനാപതി മൂളി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് തന്നെ അയൽവാസിയെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. നിന്റെ വീടിന്റെ ജനാല ഇടിഞ്ഞു വീണാണോ ഇയാളുടെ കാലിന് പരിക്കുപറ്റിയത്? പ്രഭു, ഇയാൾ ഒരു കള്ളനാണ്. ഇയാൾ മോഷ്ടിക്കാൻ കയറിയപ്പോഴാണ് ജനാല ഇളകിയത്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ജനാല നിന്റേതാണോ? അതെ. ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. ജനാല എന്റേതാണെങ്കിലും അത് ഉറപ്പിച്ചത് മേസ്തിരിയല്ലേ? അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ. എന്റെ വീട് കെട്ടിയ മേസ്തിരിയല്ലേ? എന്നെ രക്ഷിക്കണം പ്രഭു. അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. വീട് കെട്ടിയ മേസ്തിരിയാണ് കുറ്റക്കാരൻ. ശരിയാണല്ലോ. എന്നാൽ വീട് കെട്ടിയ മേസ്തിരിയെ കൊണ്ടുവരൂ. സേനാപതി. നീയാണോ ഇയാളുടെ വീട് കെട്ടിയത്? അതേ പ്രഭു. കൊള്ളാം. അയാളുടെ ജനാല ഇളകി വീണ് ഈ നിൽക്കുന്ന പാവം കള്ളന്റെ കാലിന് പരിക്കേറ്റു.
അയാൾക്കിപ്പോൾ മോഷ്ടിച്ച് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പോൾ വീട് കെട്ടിയ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. ഇയാളെ കഴുമരത്തിൽ കയറ്റൂ. അയ്യോ, രക്ഷിക്കണം പ്രഭു. ഞാൻ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചന്തമുള്ള ചുവന്ന സാരി ഉടുത്ത് ഒരു സ്ത്രീ ആ വഴി പോയി. ഞാൻ അവളെ നോക്കിക്കൊണ്ട് ജനാല വെച്ചപ്പോൾ അത് ഉറയ്ക്കാതെ പോയി. അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ, അതുവഴി വന്ന ആ സ്ത്രീയല്ലേ. എന്നെ രക്ഷിക്കണം പ്രഭു. അത് ന്യായം തന്നെ. മന്ത്രി തലകുലുക്കി. സേനാപതി, ആ സ്ത്രീയെ ഉടനെ കൊണ്ടുവരൂ. നീയാണോ ഇയാൾ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചുവന്ന സാരി ഉടുത്ത് അതുവഴി പോയത്? അതെ പ്രഭു. പക്ഷേ നിന്റെ ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറയ്ക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. ഇവളെ കഴുമരത്തിൽ കയറ്റൂ. അയ്യോ, രക്ഷിക്കണം പ്രഭു. എന്റെ സാരിക്ക് നിറവും ചന്തവും കൊടുത്തത് അതുണ്ടാക്കിയ ആളല്ലേ. അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരി. എന്റെ സാരി നെയ്ത ആ നെയ്ത്തുകാരനല്ലേ. എന്നെ രക്ഷിക്കണം പ്രഭു, എന്നെ രക്ഷിക്കണം. അതും ന്യായം തന്നെ. എന്നാൽ നെയ്ത്തുകാരനെ കൊണ്ടുവരൂ സേനാപതി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് നെയ്ത്തുകാരനായ ചിത്രാംഗതനെയും കൊണ്ടുവന്നു. നിങ്ങളാണോ ഈ നിൽക്കുന്ന സ്ത്രീയുടെ ചുവന്ന സാരി നെയ്തത്? അതേ പ്രഭു. ഇവർ എന്റെ കയ്യിൽ നിന്നും സാരി വാങ്ങിയതായി ഓർമ്മയുണ്ട്. അഹങ്കാരി! നീ നെയ്ത ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറയ്ക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. സേനാപതി, ഇയാളെ കഴുമരത്തിൽ കയറ്റൂ. അയ്യോ, എന്തിന് എന്നെ തൂക്കിക്കൊല്ലണം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പ്രഭു? എന്റെ ഭാര്യയും മക്കളെയും അനാഥരാക്കരുത് പ്രഭു, അനാഥരാക്കരുത്. ചിത്രാംഗതന്റെ യാചനയൊന്നും രാജാവ് ചെവിക്കൊണ്ടില്ല. തൂക്കിലേറ്റാൻ ആരാച്ചാറെത്തി. തൂക്ക് കയർ ശരിയാക്കി. കഴുമരത്തിനടുത്തെത്തിച്ച ചിത്രാംഗതനെ ആരാച്ചാർ തുറച്ചു നോക്കി. ഇയാളെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. എന്താ കാര്യം? ഇയാളുടെ കഴുത്ത് തീരെ മെലിഞ്ഞതാണ്, കുരുക്ക് മുറുകില്ല. അതുകൊണ്ട് ഇയാൾ ചാവുകയുമില്ല. സേനാപതി, ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം. പക്ഷേ എങ്ങനെ പ്രഭു? തൂക്കുകയറിന്റെ പാകത്തിന് കഴുത്തുള്ള ഒരാളെ ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും. പ്രഭു, എന്നാൽ നെയ്ത്തുകാരന്റെ മകനായാലോ? ആയിക്കോട്ടെ. രാജാവിന്റെ കൽപ്പന കേട്ട് ചിത്രാംഗതൻ ബോധശൂന്യനായി നിലം പതിച്ചു. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് ചിത്രാംഗതന്റെ വളർത്തുമകനായ വീരുവിനെ കൊണ്ടുവന്നു. വീരുവിനെ കണ്ട് ആരാച്ചാർക്ക് സന്തോഷമായി. ഇവന്റെ കഴുത്തിന് പാകം. കുട്ടിയുടെ സന്തോഷം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സന്തോഷത്തോടെ കഴുമരത്തിൽ കയറുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് അതിന്റെ കാര്യം? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇന്നേ സ്വർഗവാതിൽ ഏകാദശിയല്ലേ. ഇന്ന് മരിച്ചാൽ ഉടലോടെ സ്വർഗത്തെത്തും. പിന്നെ പറയണോ, രാജാവിന് പോലും കിട്ടാത്ത താമസം, ഭക്ഷണം, ധനം, എല്ലാം. സേനാപതി സ്തബ്ധനായി വീരുവിനെ നോക്കി നിൽക്കാതെ പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കണം. ഉടലോടെ സ്വർഗത്ത് പോകുമെങ്കിൽ കുട്ടിക്ക് പകരം എന്നെ തൂക്കിക്കൂടെ? കുട്ടിക്കിനിയും സമയമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സേനാപതിയായ എനിക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. കയർ എന്റെ കഴുത്തിലേക്കിടൂ. മന്ത്രിയുള്ളപ്പോൾ പിന്നെ സേനാപതി അതിനായി ശ്രമിക്കണ്ട. ഇതെല്ലാം കണ്ടുനിന്ന ശുംഭക മഹാരാജാവ് അവിടേക്ക് പാഞ്ഞെത്തി. സ്വർഗത്തുടലോടെ പോകാൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങൾ ആരും മത്സരിക്കണ്ട. രാജാവായ ഞാൻ തന്നെയാണ് അതിന് പരമയോഗ്യൻ. ആരാച്ചാർ, കയർ എന്റെ കഴുത്തിലേക്കിടൂ. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി നിന്നു. ഇതിനിടയിൽ വീരു ഓടിപ്പോയി ചിത്രാംഗതനെ കുലുക്കി വിളിച്ചു. വാ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഈ വെള്ളരിക്കാ പട്ടണത്തിൽ
ഇങ്ങനെ ആന മണ്ടത്തരങ്ങൾ പലതും നടക്കും. വീരു ചിത്രാംഗതനെയും കൂട്ടി കഴുമരത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തോടെ വേഗം വീട്ടിലേക്ക് ഓടി. ഒച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി നടക്കുന്ന കുട്ടിക്കുറുമ്പിയെ കാണുന്നില്ല. ഒച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി നടക്കുന്ന കുട്ടിക്കുറുമ്പിയെ കാണുന്നില്ല. കാണമറയത്തോ ചരത്തു തന്നെയോ, കാണമറയത്തോ ചരത്തു തന്നെയോ, എവിടെയാണെന്നൊന്നു ചൊല്ലുകാത്തു. ഒച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി നടക്കുന്ന കുട്ടിക്കുറുമ്പിയെ കാണുന്നില്ല. ഒച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി നടക്കുന്ന കുട്ടിക്കുറുമ്പിയെ കാണുന്നില്ല. മച്ചിലും വീട്ടിലും മുറ്റത്തും തൊടിയിലും ഒച്ചയുണ്ടാക്കാതെ പോയി നോക്കാം. തേന്മാവിൻ ചോട്ടിലും പൂക്കൈതക്കാട്ടിലും പാടവരമ്പത്തുമില്ല കാത്തു. മച്ചിലും വീട്ടിലും മുറ്റത്തും തൊടിയിലും ഒച്ചയുണ്ടാക്കാതെ പോയി നോക്കാം. തേന്മാവിൻ ചോട്ടിലും പൂക്കൈതക്കാട്ടിലും പാടവരമ്പത്തുമില്ല കാത്തു. വേഗത്തിലോടി അരികത്തു പോരൂ, പിന്നെ പരിഭവം കാട്ടിടല്ലേ. പാടത്തു പോകേണ്ടേ, പട്ടം പറത്തേണ്ടേ. പാടത്തു പോകേണ്ടേ, പട്ടം പറത്തേണ്ടേ. പാത്തു കളിച്ചതുപോലെ കാത്തു. ഉച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി നടക്കുന്ന കുട്ടിക്കുറുമ്പിയെ കാണുന്നില്ല. കാണമറയത്തോ ചരത്തു തന്നെയോ, എവിടെയാണെന്നൊന്നു ചൊല്ലുകാത്തു. കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാട്ടിടുമെങ്കിലും ഞാനിപ്പോ നിങ്ങളുടെ കൂടെയില്ലേ. ആ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാട്ടിടുമെങ്കിലും ഞാനിപ്പോ നിങ്ങളുടെ കൂടെയില്ലേ. കാണാതിരിക്കാനോ മിണ്ടാതിരിക്കാനോ കാത്തുവിനാകുമോ കൂട്ടുകാരെ. ആരത്? ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ ഒരു പൂച്ച വരുന്നുണ്ട്. അതെന്നെ പിടിക്കും. പേടിക്കണ്ട, അകത്തേക്ക് കേറിക്കോളൂ. നീയെങ്ങാനും ഒരു പല്ലിയെ കണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ പല്ലിയുടെ മണം ഉണ്ടല്ലോ. ഏയ്, നീ എന്താ ചെയ്യുന്നത്? നീ അന്വേഷിക്കുന്ന പല്ലി ഇവിടെയെങ്ങുമില്ല. പൊയ്ക്കോ ഇവിടുന്ന്. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ഞാൻ പോട്ടെ. വേണ്ട വേണ്ട, ആ കുഞ്ഞി പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതുവരെ നീ ഒരിടത്തും പോകരുത്. ശരി, ഞാൻ ഒരിടത്തും പോയില്ല. അത്ഭുതം തന്നെ. നിനക്ക് എങ്ങനെ ചുവരിലൂടെ നടക്കാൻ കഴിഞ്ഞു? ഓ, അതോ, ഇത് ഞങ്ങൾ പല്ലികളുടെ ഒരു കഴിവാണ്. ഇനിയും ഇതുപോലെ വേറെ വല്ല സൂത്രം ഉണ്ടോ ചങ്ങാതി? സൂത്രങ്ങൾ ഇനിയുമുണ്ട്. മറ്റൊരിക്കൽ കാട്ടിത്തരാം. ഞാൻ പോയിട്ട് വരാം.
ശരി ചങ്ങാതി. കുറിഞ്ഞിപ്പൂച്ച ഇവിടെയൊന്നുമില്ല. അത് കുറിഞ്ഞിപ്പൂച്ചയാണല്ലോ. അയ്യോ, അവളെന്നെ ചെങ്ങാതിയെ പിടിച്ചോ? നീ ആ പല്ലിയെ പിടിച്ചോ? ഏയ് ഇല്ല, ഞാൻ അവളെ പിന്നീട് കണ്ടതുപോലുമില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പോയി നോക്കാം. ചെങ്ങാതി ചെങ്ങാതി ചെങ്ങാതി, നീ എവിടെയാണ്? അയ്യോ, ഇത് അവളുടെ വാലാണല്ലോ. അയ്യോ, അവളെ പൂച്ച പിടിച്ചു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചങ്ങാതി, ഞാൻ ഇവിടെയുണ്ട്. ഇവിടെയുണ്ടോ? ആശ്വാസമായി. ചങ്ങാതി പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പൂച്ചയുടെ കയ്യിൽ നിന്നും ഞാൻ വാല് മുറിച്ചാ രക്ഷപ്പെട്ടത്. അയ്യോ, വാല് മുറിച്ചോ? അതെങ്ങനെ? നീ എന്തിനാ വെളിയിലിറങ്ങിയത്? എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു പ്രാണിയെ പിടിക്കാൻ വെളിയിലിറങ്ങിയതാ. ഇങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾ പല്ലികൾ വാല് മുറിച്ചിട്ട് രക്ഷപ്പെടും. വാലിന്റെ കാര്യമോർത്ത് വിഷമിക്കണ്ട, അതിനിയും വളരും. ഇനി വേറെ ഒരിടത്തും പോകണ്ട. എന്നോടൊപ്പം ഇവിടെ കഴിഞ്ഞോളൂ. ചങ്ങാതിയുടെ ഇഷ്ടം പോലെ. ഒരു കാടിന്റെ നടുവിലുള്ള തടാകത്തിൽ നിറയെ മത്സ്യങ്ങളും ഞണ്ടുകളും താമസിച്ചിരുന്നു. ഈ തടാകത്തിൽ നിന്ന് മീൻ പിടിച്ചാണ് ഒരു വയസ്സൻ കൊക്ക് കഴിഞ്ഞിരുന്നത്. പ്രായക്കൂടുതൽ കൊണ്ട് കൊക്കിന് ക്രമേണ മീൻ പിടിക്കാനും കഴിയാതെയായി.
ഇങ്ങനെ പോയാൽ ഭക്ഷണം കിട്ടാതെ ഞാൻ ചാവും. ഒരു സൂത്രം പ്രയോഗിക്കാം. എന്താ കൊക്കമാവ ഇങ്ങനെ കരയുന്നത്? എന്താ കാര്യം? ചൂടും വരൾച്ചയും അടുത്തു വരുന്നതുകൊണ്ട് ഞാൻ മാംസാഹാരം ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ, വരൾച്ചയിൽ കുളം വറ്റിയാ ഞങ്ങൾ ചത്തൊടുങ്ങും. രക്ഷപ്പെടാൻ എന്താ മാർഗം കൊക്കമാവ? ഞങ്ങളെ കൈവിടരുതേ. മീനുകളുടെ ചോദ്യം കേട്ട് തന്റെ സൂത്രം ഫലിച്ചുവെന്ന് കൊക്കിന് മനസ്സിലായി. നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങു ദൂരെ ഇതിനേക്കാൾ വലിയൊരു കുളമുണ്ട്. നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. കൊക്ക് ഓരോ ദിവസം ഓരോ മീനിനെയായി കൊത്തിയെടുത്ത് പറക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞണ്ടിന്റെ ഊഴമായി. വളരെ ദൂരം പറന്നിട്ടും ഞണ്ട് കുളമൊന്നും കണ്ടില്ല. എവിടെ കൊക്കമാവാ വലിയ കുളം? എടാ മണ്ടാ, കുളവുമില്ല വെള്ളവുമില്ല. മീനുകളെ തിന്ന് ഞാൻ മടുത്തു. ഇന്ന് നീ ആയത് നന്നായി. ഞണ്ട് പേടിച്ചു വിറച്ചു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പിടിവിട്ട് താഴെ ചാടിയാൽ മരണം ഉറപ്പ്. ഈ ചതിയൻ കൊക്ക് തിന്നുകയും ചെയ്യും. എന്നാൽ ഈ ചതിയനെ വകവരുത്തിയിട്ട് തന്നെ കാര്യം. ഞണ്ട് തിരികെ കുളത്തിലേക്ക് ചെന്നപ്പോ കൂട്ടുകാർക്ക് അത്ഭുതമായി. ഉണ്ടായതെല്ലാം അവൻ വിസ്തരിച്ചു പറഞ്ഞു. എല്ലാവരും ഞണ്ടിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചു.